സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. ഞാൻ സ്റ്റോളിൽ ഇരുന്നപ്പോൾ ഞാൻ ചെയ്ത ഒരു ഇലസ്ട്രേഷനാണ് ഇത്. അപ്പം ഞാനിതിവിടെ പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ബ്ലോഗ്. 2 ഇലസ്ട്രേഷൻ ഉണ്ട്. ഒന്ന് ഇതൊരു ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തൊരു സീനറിയാണ്. സോ ആദ്യം ഞാൻ കളറ് സ്വാച്ച് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രീ വരച്ചു. ഇങ്ങനെ സൈഡിൽ ട്രീയുടെ ബ്രാഞ്ച് ഇങ്ങനെ ഇതായിട്ട് വീണ് കിടക്കണേ. പിന്നെ ചെടികൾ വരച്ചു. അപ്പോൾ ആ ചെടികൾ ഞാനിങ്ങനെ കുത്തനെ വരച്ച് വയ്ക്കിയപ്പോൾ എനിക്കിത് ഒരു ഇമേജ് പോലെ കിട്ടി. നമ്മൾ ചെയ്ത് വരുമ്പോഴാണല്ലോ നമുക്കൊരു ഐഡിയ കിട്ടുക. ഓക്കെ, ഇതിങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഇലസ്ട്രേഷനാണ് കേട്ടോ ഇത്. എന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യണ കാരണം നമ്മൾ കുറച്ച് ഒബ്സർവേഷനും കുറച്ച് ഐഡിയയും വേണം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചതാണ് ഇങ്ങനെ. അപ്പോൾ ആദ്യം ഞാൻ ലീവ്സ് വരച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലൈറ്റർ ഷെയ്ഡിലേക്ക് ഞാനിങ്ങനെ ഷെയ്ഡ് ചെയ്ത് അതിനെ ഒന്ന് സ്മജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ആ ഇഫക്റ്റ് കിട്ടി. ഇപ്പോൾ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ, ചെടികൾക്കൊക്കെ കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, അതിങ്ങനെ പരന്നു പോകുമല്ലോ. ആ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മനസ്സിലത് കണ്ടു. അപ്പോൾ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ബ്രാഞ്ച് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ മുകളിൽ നിന്നുള്ള ലീവ്സ്. അപ്പോൾ ഇത് കുറച്ച് ഹില്ലി ഏരിയ ആയ കാരണം, ഹില്ലി പോലത്തെ ഒരു സ്പേസ് ആയ കാരണം മുകളിൽ നിന്നുള്ള ഇല എന്ന് പറയുമ്പോൾ കുറച്ചല്ലേ കാണുള്ളൂ. നമ്മുടെ സീനിൽ അങ്ങനെ കുറച്ചേ കാണുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഈ പറഞ്ഞ മാതിരി ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്തു. പിന്നെ ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്തു. അപ്പോൾ ഇത് ഒരു ബ്രഷ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു സൈസിങ്ങിൻ്റെ വ്യത്യാസം കാരണമാണ് നമുക്കത് വ്യത്യാസം തോന്നുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ബാക്ക്ഗ്രൗണ്ടിൽ നീലയല്ലേ അടിച്ച്, അപ്പോൾ ഒരു ക്ലൗഡ് ഇഫക്റ്റ് കൊടുക്കാൻ വേണ്ടി വൈറ്റ് ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ താഴത്തെ ഗ്രൗണ്ടിൽ കുറേ കാറ്റ് പോലെ ഒരു ഇല ഇങ്ങനെ മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. ആൻഡ് ദെൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഹില്ല് പോലെയൊക്കെ ഒരു ഇഫക്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു ഡാർക്ക് ഗ്രീൻ കൊടുത്തു. ആൻഡ് ഓഫ് കോഴ്സ് സൈഡിലോ അതെ ഫ്രണ്ടിലോ അതെയൊക്കെ ഡാർക്ക് ഗ്രീൻ ഒരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെയാണ് ആ ഇലസ്ട്രേഷൻ, ഫൈനൽ ഇലസ്ട്രേഷൻ. കാറ്റിനെ റിപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി വൈറ്റ് സ്ട്രോക്സ് ആണ് ഇട്ടേക്കണേ. സോ ദിസ് ഈസ് ദ ഇലസ്ട്രേഷൻ. ആൻഡ് ഈ ഇലസ്ട്രേഷനാണ് ഞാൻ ഈ പ്രാവശ്യം സ്റ്റോളിൽ വച്ചപ്പോൾ അവിടെ വെച്ചു ഞാൻ. അപ്പോൾ ആൾക്കാർക്ക് വരുമ്പോൾ ദേ ക്യാൻ സീ ദ ടൈം ലാപ്സ് വീഡിയോ ഓഫ് വാട്ട് ഐ ഡിഡ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷമാണ്. പിന്നെ ഇനി ഞാൻ ചെയ്തത് മണ്ണെണ്ണ വിളക്കാണ്. ഇതിൻ്റെ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഞാൻ ക്രിയേറ്റീവ് പോയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞാൽ. ഈ നമ്മൾ ഏൻഷ്യൻ്റായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഇഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു വോംത്ത് ഉണ്ട്. ആ വോംത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓരോ ഇലസ്ട്രേഷൻ ചെയ്യണേ. സോ ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു എക്സ്പ്രസ് ഓൾസോ. അപ്പോൾ ആദ്യം ഞാൻ ഈ പറഞ്ഞ മാതിരി കളറ് സ്വാച്ച് ചെയ്തു. ആ മെയിൻ കളേഴ്സ്, മണ്ണെണ്ണ വിളക്കിൻ്റെ ആ മെയിൻ ബ്രാസ് ഏരിയ മാത്രം ഞാൻ എടുത്തിട്ട് അത് പിന്നെ ഞാൻ ഷെയ്ഡ് ഇട്ടു. ഒരു ബ്ലാക്ക്, ഒരു ബ്രൗണ്, ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണത്. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ നടുക്കിൽ ആ യെല്ലോ കൊടുത്തു. ആ യെല്ലോ ലൈറ്റ് കൊടുത്തിട്ട് അതിന്ന് വന്ന ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ഇട്ടു. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ഭയങ്കര ഇഫക്റ്റാണ്. പിന്നെ ഒരു സൈഡിലൊരു നീല, ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ ആ ഇമേജിൽ. ബട്ട് ദിസ് ഈസ് സംതിങ് വിച്ച് ഐ ക്രിയേറ്റഡ്. അപ്പോൾ സൈഡിലൊരു നീല ലൈറ്റ് ഇട്ട് അത് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്ത് പിന്നെ ഒരു ഓറഞ്ച് ലൈറ്റ് ടിഞ്ച് ബാക്കിൽ കൊടുത്തു. അതാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണുന്ന ഓറഞ്ച് ടിഞ്ച് പോലത്തെ. പിന്നെ അതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തു ഇത്. അപ്പോൾ ഇതാണ് ഫൈനൽ ഇലസ്ട്രേഷൻ ഓഫ് മണ്ണെണ്ണ വിളക്ക്. അപ്പോൾ മണ്ണെണ്ണ വിളക്കും സീനറിയാണ് ഞാൻ ഈ ഒരു ബ്ലോഗിൽ പറയാം എന്ന് വിചാരിച്ചിട്ട്. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. Until next time, thank you for joining me into this കുട്ടി tutorial video.